ഈ ഭരണവിരുദ്ധ വലിയൊരളവ് വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കുമാണ്. ഈ വിജയത്തിന് സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. സാരില്ലടാ. അമേഠിയിൽ മത്സരിച്ച് തോറ്റ സ്മൃതി ഇറാനി കെ സുരേന്ദ്രന് വേണ്ടി വയനാട്ടിൽ പ്രചാരണത്തിന് എത്തിയിരുന്നു എന്നുള്ളതാണ് വയനാട്ടിലെ കെ സുരേന്ദ്രന്റെ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. രണ്ടുപേരും തോറ്റു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. NDA 296-ലും ഇന്ത്യ മുന്നണി 230-ലും എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നുണ്ട് എന്നതൊഴിച്ചാൽ കാര്യമായ ഒരു ഷിഫ്റ്റ് ഇപ്പോഴുണ്ടാവുന്നില്ല. ഏറെക്കുറെ ഈ ഒരു നമ്പറിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് കൗണ്ടിംഗ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് തോന്നുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കില്ല. പക്ഷേ ഇതിൽ ശ്രദ്ധേയമായ കാര്യം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം BJPക്കില്ല. 282 സീറ്റുമായി 2014-ലും 303 സീറ്റുമായി 2019-ലും BJP കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇത്തവണ സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഒരു സർക്കാർ രൂപീകരണം അസാധ്യമാണ്. അതെങ്ങനെ നടക്കും എന്നതിനെക്കുറിച്ചുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ? മോദി പ്രധാനമന്ത്രിയാകുമോ? അതല്ല രാഹുൽ ഗാന്ധി ക്യാമ്പയിൻ കാലത്ത് പറഞ്ഞതുപോലെ ജൂൺ 4 കെ ബാദ് മോദി പ്രധാനമന്ത്രി നഹി രഹേഗ എന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാവുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അപ്പം മോദിക്ക് പകരം മറ്റൊരാളെ വെച്ചുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാൻ BJP ശ്രമിക്കുമോ? അങ്ങനെ ഒരു സഖ്യകക്ഷി സർക്കാരിന് അവർ തയ്യാറാകുമോ? അതല്ല ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ നടക്കുന്ന മുന്നണി വിപുലീകരണ നീക്കങ്ങളിലൂടെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ ഇന്ത്യ മുന്നണിയിലേക്ക് വരും. ആർക്കറിയാം, നമുക്കിനി കാത്തിരിക്കാം. വളരെ നാടകീയമായ നിമിഷങ്ങൾ, നാടകീയമായ ദിവസങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇപ്പോഴത്തെ ഈ ജനവിധി നമുക്ക് നൽകുന്ന സൂചന. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.